ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും എൻസൈൻ NTSC കോഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2019 NTSC സ്റ്റേജ് 1 ക്വസ്റ്റ്യൻ പേപ്പറിലെ പൊളിറ്റി വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ 8 ചോദ്യങ്ങളാണ് നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത്. അതിൽ NCERTയിൽ നിന്നും അതുപോലെ തന്നെ SCERTയിൽ നിന്നും ചോദ്യങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. NTSC സ്റ്റേജ് 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷിലുമുണ്ട് അതുപോലെ തന്നെ മലയാളത്തിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേജ് 2 ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ മാത്രമേ ചോദ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഹിന്ദിയും ഉണ്ടാകും. അപ്പോൾ ഇംഗ്ലീഷ് വാക്കുകളും അതുപോലെ തന്നെ മറ്റുള്ള അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ച് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഒരു ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. വേറൊരു കാര്യം നിങ്ങളെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NCERTയിൽ നിന്ന് നമ്മൾ ചില ചോദ്യങ്ങൾ ഫാക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ചില നമ്മുടെ നേതാക്കന്മാരുടെ പേരൊക്കെ അപ്പോൾ അങ്ങനത്തെ പേരുകളൊക്കെ നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ കാണാതെ പഠിച്ചു വെക്കുക. പിന്നെ കൺസെപ്റ്റ് വൈസ് ആയിട്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങളൊക്കെ വായിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ് ചെയർഡ് ബൈ. നെക്സ്റ്റ് സൈഡിലുണ്ട്, അതിൻ്റെ മലയാളം ഉണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണ പരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഇതാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർദാർ പട്ടേലാണ്. രണ്ടാമത്തെ ഓപ്ഷൻ കെ ഹനുമന്തയ്യ. മൂന്നാമത്തെ ഓപ്ഷൻ വീരപ്പ മൊയ്ലി. നാലാമത്തെ ഓപ്ഷൻ വി രാമചന്ദ്രൻ. അപ്പോൾ നമുക്ക് അറിയാം ഇതൊരു നമ്മുടെ ഭരണ പരിഷ്കാര കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മളെല്ലാ കാലഘട്ടങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ ഭരണത്തിൽ കൊണ്ടുവരേണ്ട പുതിയതായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ പുതിയ നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു കമ്മീഷനെ നിയമിക്കാറുണ്ട്. അതിൻ്റെ പേരാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ARC എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. ഇതിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യം. ഇത് സിവിൽ സർവീസ് എക്സാംസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റെക്കമെൻഡേഷൻസ് ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻസിലൊക്കെ ഉപകാരപ്പെടുന്നതാണ് ഈ പോയിന്റ്സ് ഒക്കെ. അപ്പോൾ ഇതിൻ്റെ ചെയർമാൻ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ്റെ ചെയർമാൻ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ, സർദാർ പട്ടേൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയ അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഹോം മിനിസ്റ്റർ ആയിരുന്നു, ഒരു പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം ഇങ്ങനത്തെ ഈ ഒരു സിവിൽ സർവീസ് മേഖലയിൽ നിന്ന് വരേണ്ട ആൾക്കാർ ഉള്ള ഒരു കമ്മീഷൻ്റെ ചെയർമാൻ ആകാൻ സാധ്യത കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെ IASകാരും അങ്ങനത്തെ ആൾക്കാരെയൊക്കെയാണ് നിയമിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ സർദാർ പട്ടേൽ നമുക്കിവിടെ ഒഴിവാക്കാം. നമുക്കറിയാം അയൺ മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. എക്സ്ട്രാ നോളജ് ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ആണ് ഇന്ത്യയുടെ. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം നർമ്മദ റിവറിൻ്റെ അടുത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതിമ ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഇവിടെ ഒഴിവാക്കാം. അതുപോലെ തന്നെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷനാണ്. കെ ഹനുമന്തയ്യ എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ARC കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഹനുമന്തയ്യയാണ്. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വീരപ്പ മൊയ്ലിയാണ്. വീരപ്പ മൊയ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്തായി കോൺഗ്രസിൻ്റെ ഒരു സമുന്നതനായിട്ടുള്ള നേതാവാണ് ഈ പറയുന്ന വീരപ്പ മൊയ്ലി. ഇപ്പോൾ അടുത്ത കാലത്താണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹം നമുക്ക് ഇടയ്ക്കൊക്കെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അത് ഈ പേപ്പറിലൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കുട്ടിക്ക് ആ ഒരു ഓപ്ഷൻ വളരെ സിമ്പിളായിട്ട് തന്നെ ഒഴിവാക്കാൻ കഴിയും. ഓക്കെ, കുറച്ചൊക്കെ പേപ്പറൊക്കെ വായിക്കുകയും അതുപോലെ തന്നെ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇത് വളരെയധികം പെട്ടെന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അടുത്ത ഓപ്ഷനാണ് പിന്നെ വരുന്നത് വി രാമചന്ദ്രൻ. വി രാമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻ ഒരു കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ടും അതുപോലെ തന്നെ ഒരു മുൻ സിവിൽ സർവൻ്റ് കൂടിയാണ് ഈ പറയുന്ന രാമചന്ദ്രൻ.
അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2 ഓപ്ഷനുകളായിരിക്കും നിങ്ങൾക്കൊന്ന് മറ്റുള്ള 2 ഓപ്ഷനുകൾ അറിയുകയാണെങ്കിൽ ഈ 2 ഓപ്ഷനായിരിക്കും ഒന്നുകൂടി കൺഫ്യൂസിങ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒഴിവാക്കിയ എലിമിനേഷൻ മെത്തേഡാണ് നമ്മളിവിടെ കൂടുതൽ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് കെ ഹനുമന്തയ്യ. പഠിച്ചു വെക്കുക, വീണ്ടും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ARC കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് കെ ഹനുമന്തയ്യ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മുടെ കോഴ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഒരു SCRT ചോദ്യം കൂടിയാണ്. ഓക്കെ, ഇന്ത്യൻ റെയിൽവേ സർവീസ് കംസ് അണ്ടർ. ഏതിൻ്റെ കീഴിലാണ് ഇന്ത്യൻ റെയിൽവേ സർവീസ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻസ്: സെൻട്രൽ സർവീസസ്, സ്റ്റേറ്റ് സർവീസസ്, ഓൾ ഇന്ത്യ സർവീസസ്, പ്രൈവറ്റ് സർവീസസ്, അല്ലെങ്കിൽ കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്, അഖിലേന്ത്യാ സർവീസ്, സ്വകാര്യ സർവീസ്. അതൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ ക്ലാസ്സുകൾ നമ്മളൊക്കെ വായിച്ചതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഈ പറയുന്ന ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു വിഭാഗമാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്കറിയാം ഓൾ ഇന്ത്യ സർവീസ് നമ്മൾ പഠിച്ചതാണ്. ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കേരളത്തിലും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സർവീസിലും പ്രവർത്തിക്കേണ്ട ആൾക്കാരാണ്. അതായത് കേരള സർക്കാരിന് കീഴിലും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലും പ്രവർത്തിക്കുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട്. ഓക്കെ, അവരെയാണ് ആ വിഭാഗത്തിനെയാണ് നമ്മൾ ഓൾ ഇന്ത്യ സർവീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതുപോലെ തന്നെ ഇന്ത്യൻ പോലീസ് സർവീസ് ആൻഡ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഈ 3 വിഭാഗങ്ങളാണ് നമ്മുടെ ഓൾ ഇന്ത്യ സർവീസിൽ വരുന്നത്. ബാക്കിയുള്ള സിവിൽ സർവീസ് എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥരൊക്കെ മിക്കതും വരുന്നത് നമ്മുടെ സെൻട്രൽ സർവീസിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ റെയിൽവേ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിന് കീഴിൽ വരുന്ന ഒരു വിഭാഗമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഓൾ ഇന്ത്യ സർവീസ് നമുക്ക് ഈ 3 ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓപ്ഷൻസ് വരുന്നത് സെൻട്രൽ സർവീസും അതുപോലെ തന്നെ സ്റ്റേറ്റ് സർവീസും പ്രൈവറ്റ് സർവീസുമാണ്. പ്രൈവറ്റ് സർവീസ് സ്വാഭാവികമായിട്ടല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ റെയിൽവേ പൂർണ്ണമായിട്ട് സ്വകാര്യവൽക്കരിച്ചിട്ടില്ല. സോ ആ ഓപ്ഷനും പോയി. സ്റ്റേറ്റ് സർവീസും അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് സെൻട്രൽ സർവീസ് അല്ലെങ്കിൽ കേന്ദ്ര സർവീസ് എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ സർവീസ് വരുന്ന മേഖല. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് സെൻട്രൽ സർവീസ് അല്ലെങ്കിൽ കേന്ദ്ര സർവീസ് ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ഡയറക്റ്റ് ചോദ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ ഗൈസ്, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ നോൺ പെർമനന്റ് മെമ്പേഴ്സ് ഓഫ് സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് UNO ആർ ഇലക്റ്റഡ് ഫോർ. അതായത് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിലെ സ്ഥിരമല്ലാത്ത അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ് എന്നാണ് ചോദ്യം. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ലോകത്ത് സമാധാനം നിലനിർത്താൻ വേണ്ടി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വേൾഡ് ഓർഗനൈസേഷനാണ്. ഓക്കെ, അതിൽ പെർമനന്റ് മെമ്പേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ നോൺ പെർമനന്റ് മെമ്പേഴ്സും ഉണ്ട്. സ്ഥിരമായിട്ടുള്ള അംഗങ്ങളുമുണ്ട്, സ്ഥിരമല്ലാത്ത അംഗങ്ങളുമുണ്ട്. ഓക്കെ, അതിൽ 5 അംഗങ്ങളാണ് സ്ഥിരമായിട്ടുള്ള അംഗങ്ങളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തിലെ വൻ ശക്തികളാണ് അതിൽ സ്ഥിരമായിട്ടുള്ള അംഗങ്ങൾ. അപ്പോൾ ഈ സ്ഥിരമല്ലാത്ത അംഗങ്ങളുടെ അവരുടെ കാലാവധി, അവരെങ്ങനെ 10 മെമ്പേഴ്സാണുള്ളത്. ഈ 10 മെമ്പേഴ്സിന് ഇങ്ങനെ കാലാവധിക്കനുസരിച്ചിട്ട് തിരഞ്ഞെടുക്കും. ആ കാലാവധി കഴിയുമ്പോൾ അടുത്ത വിഭാഗത്തെ തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഈ പറയുന്ന നോൺ പെർമനന്റ് മെമ്പേഴ്സിൻ്റെ കാര്യത്തിലുള്ളത്. സെക്യൂരിറ്റി കൗൺസിലാണ്. ഓക്കെ, ആ ബോഡി പ്രത്യേകം ശ്രദ്ധിക്കുക, സെക്യൂരിറ്റി കൗൺസിലാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 3 years അല്ലെങ്കിൽ 3 വർഷത്തേക്കാണ്. രണ്ടാമത്തത് 4 years, മൂന്നാമത്തത് 5 years, നാലാമത്തത് 2 years. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഡയറക്റ്റ് ചോദ്യമാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2 വർഷമാണ്. 2 വർഷത്തേക്കാണ് ഈ പറയുന്ന നോൺ പെർമനന്റ് മെമ്പേഴ്സ് അല്ലെങ്കിൽ സ്ഥിരമല്ലാത്ത അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ഈ കാലാവധിയിലേക്ക് വേണ്ടിയിട്ടാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഹു വാസ് ദ ഫൗണ്ടർ ലീഡർ ഓഫ് സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ചിലി? ചിലിയിലെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് ആരായിരുന്നു എന്നാണ് ചോദ്യം. ഇത് ഡയറക്റ്റ് ആയിട്ട് NCERT-യിൽ നിന്നുള്ളതാണ്. നമ്മുടെ 9ാം ക്ലാസ്സിലെ NCERT-യിൽ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് പിനോഷറ്റ്, രണ്ടാമത്തത് അലൻഡെ, മൂന്നാമത്തത് മിഷേൽ ബാഷ്ലെറ്റ്, നാലാമത്തത് ആൻഡ്രേജ് ഡ്യൂഡ. ഇങ്ങനെ 4 ആൾക്കാരുടെ പേരുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഓപ്ഷൻസ് നോക്കൂ. ഇതിൽ ഏതൊക്കെ ആൾക്കാരുടെ പേരുകളാണ് ചിലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്? നമ്മുടെ ആ പാഠങ്ങളിൽ ഡെമോക്രസിയുമായി ബന്ധപ്പെട്ടുള്ള പാഠങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ പല രാജ്യങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചിലി, പോളണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ആരൊക്കെയാണ് ചിലിയുമായി ബന്ധപ്പെട്ടുള്ളത് എന്ന് നോക്കിയാൽ മതി. ആദ്യത്തെ ഒരു കാര്യം, നമുക്ക് പല ഈ എലിമിനേഷൻ മെത്തേഡിൽ പല ടെക്നിക്കുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ട്, ചിലി ഉണ്ട്, അങ്ങനത്തെ വാക്കുകൾ, ഫൗണ്ടർ, ലീഡർ, ഇങ്ങനത്തെ കീ വേർഡ്സ് നമ്മൾ നോക്കുക. ഇതിൽ ഏതുമായിട്ടാണ് നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉത്തരം കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന കീവേഡ്സിൽ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ ക്യാപിറ്റലിസ്റ്റ് ലീഡർ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് അറിയുന്ന ആൾക്കാരിലേക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് തന്നിട്ടുണ്ട്, ചിലി എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ രാജ്യവുമായിട്ടായിരിക്കും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ കഴിയുക. അപ്പോൾ ചിലിയുടെ നേതാക്കന്മാരായിട്ട് വരുന്നത് ഇതിൽ പിനോഷറ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഭരണത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരെന്ന് പറയുന്നത് പിനോഷെ ആണ്, ഒന്ന് അലൻഡെ ആണ്, പിന്നെ ഒന്ന് മിഷേൽ ബാഷ്ലെറ്റ് ആണ്. ഇതിൽ പറയുന്ന ആൻഡ്രേജ് ഡ്യൂഡ എന്ന് പറയുന്ന വ്യക്തി പോളണ്ടുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സോ അദ്ദേഹത്തെ ഒഴിവാക്കാം. ഇനി നമുക്ക് നോക്കൂ, പിനോഷെ എന്ന് പറയുന്നത് ഒരു ഡിക്റ്റേറ്റർ ആയിരുന്നു. അതായത് അവിടെ നമ്മുടെ മിലിറ്ററി പരമായിട്ട് അല്ലെങ്കിൽ സൈനിക ഭരണം കൊണ്ടുവന്ന ഒരു വ്യക്തിയായിരുന്നു പിനോഷെ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആ സോഷ്യലിസ്റ്റ് എല്ലാവരും തുല്യമായിരിക്കും അല്ലെങ്കിൽ സോഷ്യലിസം നമ്മൾ സമത്വവാദം എന്ന് പറയുന്നത് കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിച്ച ഒരു വ്യക്തിയാവാൻ സാധ്യതയില്ല. കാരണം ഈ പറയുന്ന ഡിക്റ്റേറ്റർഷിപ്പിന് എതിരായിട്ട് വന്ന അല്ലെങ്കിൽ ഡെമോക്രസി കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച പാർട്ടിയായിരുന്നു സോഷ്യലിസ്റ്റ് പാർട്ടി. അപ്പോൾ പിനോഷെ അവിടെ ഉത്തരം വരാൻ ചാൻസ് ഇല്ല. അപ്പം അദ്ദേഹത്തെ ഒഴിവാക്കി. പിന്നെ വരുന്നത് അലൻഡെയും അതുപോലെ തന്നെ മിഷേൽ ബാഷ്ലെറ്റ് ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഉത്തരങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് വരും. കാരണം രണ്ടാൾക്കാരും ഈ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന സൈനിക ഭരണം വരുന്നതിന് മുന്നേ ഭരണത്തിൽ ഉണ്ടായിരുന്നത് പാർട്ടി അവിടെ ഭരിച്ചിരുന്നു, ജനാധിപത്യ രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആ ഭരണം മാറ്റിയിട്ടാണ് അവിടെ സൈനിക ഭരണം വരുന്നത്. സോ ഇവിടെ അലൻഡെ എന്ന് പറയുന്ന വ്യക്തിയെ അട്ടിമറിച്ചിട്ടാണ് അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു ഭരണം അട്ടിമറിച്ചിട്ടാണ് അവിടെ സൈനിക ഭരണം വരുന്നത്. അതിലെ അന്നത്തെ ഈ സൈനിക ഭരണം വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു അലൻഡെ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ അട്ടിമറിക്കുന്നതിന് മുന്നേ കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞിരുന്നു. ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ അദ്ദേഹമാണ് ഇവിടുത്തെ ആൻസർ. ഫൗണ്ടർ ലീഡർ ഓഫ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അലൻഡെയാണ്. മിഷേൽ ബാഷ്ലെറ്റ് ആരാണ്? മിഷേൽ ബാഷ്ലെറ്റ് എന്ന് പറയുന്ന വ്യക്തി സൈനിക ഭരണമൊക്കെ നിർത്തി അല്ലെങ്കിൽ അതിനൊക്കെതിരെ സമരങ്ങളൊക്കെ നടത്തി പിന്നീട് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന പ്രസിഡന്റ് ആയിരുന്നു മിഷേൽ ബാഷ്ലെറ്റ് എന്ന് പറയുന്ന ഈ പറയുന്ന നേതാവ്. സോ ഇങ്ങനത്തെ ഓപ്ഷൻസ് വരുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം വാക്കുകൾ, ക്വസ്റ്റ്യനിലുള്ള വാക്കുകൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഉത്തരം എഴുതാൻ, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തെറ്റിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് അലൻഡെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം ദ ഫസ്റ്റ് ലോക്പാൽ ഓഫ് ഇന്ത്യ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. അത് കുറച്ച് കറണ്ട് അഫെയർ നമ്മൾ വായിച്ചിരിക്കണം. പൊളിറ്റി എന്ന് പറയുന്ന വിഷയത്തിൽ NMMS ആണെങ്കിലും NTSC ആണെങ്കിലും നമുക്ക് അറിയുന്നതൊക്കെ നമ്മളൊക്കെ അനുഭവിച്ചായിരിക്കും. നിങ്ങളൊക്കെ പരീക്ഷ NMS എഴുതുമ്പോൾ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പുറത്തുനിന്ന് വരും, കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾ. അപ്പോൾ മന്ത്രിമാരും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ലോക്പാൽ എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത് സ്ഥാപിതമായിട്ട് അല്ലെങ്കിൽ അടുത്താണ് അതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഈ പറയുന്ന ചെയർമാൻ അല്ലെങ്കിൽ അതിൻ്റെ അധ്യക്ഷനെ കണ്ടെത്തിയിട്ടുള്ളത്. അതാരാണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് രാജീവ് മെഹ്റിഷിയാണ്, രണ്ടാമത്തത് വിനോദ് റായ്, മൂന്നാമത്തത് പിനാക്കി ചന്ദ്രഘോഷ്, നാലാമത്തത് സുനിൽ അറോറ. ഓക്കെ, ഇവരൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവരൊക്കെ സിവിൽ സർവൻസ് ആണ്.
ഒരാൾ പോലും രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ ആയിട്ടില്ല. 4 ആൾക്കാരും സിവിൽ സർവൻസ് ആണ്. അപ്പോൾ ലോക്പാൽ നമുക്ക് അറിയുന്ന നമ്മൾ പഠിച്ചതാണ്. ലോക്പാൽ എന്ന് പറഞ്ഞ അഴിമതിക്കെതിരെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ലോക്പാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ലോക്പാൽ അതിൻ്റെ ചെയർമാൻ ആരാണെന്നാണ് ചോദ്യം. രാജീവ് മെഹ്റിഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിലവിലെ CAG ആണ്, സെൻട്രൽ ഓഡിറ്റർ ജനറലാണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് നമ്മുടെ രാജീവ് മെഹ്റിഷി നിലവിലെ. വിനോദ് റായ് എന്ന് പറയുന്നതും മുൻ ഒരു CAG ആണ്. ഓക്കെ, ഭരണഘടനാ സ്ഥാപനമാണ് CAG എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിൻ്റെ മുന്നത്തെയുള്ള ഒരു ചെയർമാൻ ആയിരുന്നു അല്ലെങ്കിൽ CAG ആയിരുന്നു വിനോദ് റായ്. ഒറ്റ അംഗമുള്ളൂ, അതിൽ പല അംഗങ്ങളില്ല. അപ്പോൾ വിനോദ് റായും ഒരു CAG ആയിരുന്നു. 3ാമത്തെ ഓപ്ഷൻ പിനാക്കി ചന്ദ്രഘോഷ്. 4ാമത്തെ ഓപ്ഷൻ സുനിൽ അറോറ. സുനിൽ അറോറ നമുക്ക് അറിയുന്നതാണ്, നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറിൻ്റെ ചെയർമാനാണ് ആര്? സുനിൽ അറോറ എന്ന് പറയുന്നത്. ഓക്കെ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് പിനാക്കി ചന്ദ്രഘോഷാണ്. നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാകുമായിരിക്കും. ഓക്കെ, പേപ്പറൊക്കെ വായിക്കുന്നവർ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ 3ാമത്തെ ഓപ്ഷൻ പിനാക്കി ചന്ദ്രഘോഷാണ് ഫസ്റ്റ് ലോക്പാൽ ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പരീക്ഷ വരുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് കുറച്ച് മുമ്പുള്ള ഏതെങ്കിലും കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ നിന്നൊക്കെ ചിലപ്പോൾ ചോദ്യങ്ങൾ വരും. ഇത് കഴിഞ്ഞ വർഷത്തെ ചോദ്യമാണ്. കഴിഞ്ഞ വർഷത്തെ ആ സമയത്താണ് ഫസ്റ്റ് ലോക്പാലിനെ തിരഞ്ഞെടുത്തിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, among the following which is not power sharing in a democratic society? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഒരു ജനാധിപത്യ സമൂഹത്തിലെ അധികാരം പങ്കുവെക്കലിൽ ഏർപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, കൺസെപ്റ്റ് ചോദ്യമാണ്, കൺസെപ്റ്റ് വൈസ് ആയിട്ടുള്ള ചോദ്യമാണ്. ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിച്ചാലേ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഡെമോക്രാറ്റിക് സൊസൈറ്റി എന്ന് പറയും ജനാധിപത്യ സമൂഹം. ജനാധിപത്യ സമൂഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കും. ഓക്കെ, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ പവർ ഷെയറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അധികാരങ്ങൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടുക. ഓക്കെ, അല്ലെങ്കിൽ എല്ലാവർക്കും അധികാരമുണ്ട്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അധികാരം ഉണ്ടോ എന്നുള്ളത് ഉണ്ട് എന്നുള്ളതാണ് ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ പറയുന്ന സംഭവം. അപ്പോൾ അത് താഴെ പറയുന്ന ഓപ്ഷൻസിൽ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സൊസൈറ്റിക്ക് ഉള്ള പ്രത്യേകതകളാണോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. വളരെ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഡെമോക്രാസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഏത് ഉയർന്ന വിഭാഗത്തിലുള്ളതാണെങ്കിലും അല്ലെങ്കിൽ താഴെ വിഭാഗത്തിലുള്ളതാണെങ്കിലും എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു സമൂഹമായിരിക്കും ഡെമോക്രാറ്റിക് സൊസൈറ്റി. ഓക്കെ, മറ്റുള്ള സിസ്റ്റംസ് അല്ലെങ്കിൽ ഗവേണൻസ് സിസ്റ്റംസ് ഒന്നും അങ്ങനെ ആയിരിക്കില്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായിരിക്കും പരിഗണന ഉണ്ടായിരിക്കുക. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. അക്കോമഡേഷൻസ് ഓഫ് വേരിയസ് ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്, വിവിധ താല്പര്യ വിഭാഗങ്ങളുടെ സമരസപ്പെടൽ. ഓക്കെ, 2ാമത്തെ ഓപ്ഷൻ പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇൻ ഗവേണൻസ്, ഭരണ പ്രക്രിയയിലുള്ള ജനകീയ പങ്കാളിത്തം. 3ാമത്തെ ഓപ്ഷൻ എംപവർമെൻറ്റ് ഓഫ് ദ ബാക്ക്വേർഡ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി, സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ ശാക്തീകരണം. 4ാമത്തത് പാട്രണേജ് ടു ദ പവർ ഓഫ് മെജോറിറ്റി, ഭൂരിപക്ഷത്തിൻ്റെ സ്വാധീന ശക്തിക്ക് പിൻബലം നൽകുക. ഇതിൽ ഈ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ കൂട്ടത്തിൽ പെടാത്ത ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാവും, അവനെ അങ്ങോട്ട് കണ്ടെത്തിയാൽ മതി. അത്ര നമ്മൾ ഇതിൽ ചെയ്യണം. ഞാൻ പറഞ്ഞു ഓൾറെഡി, ഡെമോക്രസി എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവരികയോ ഒരു ഇൻക്ലൂസീവ് ടൈപ്പായിരിക്കും ഈ സിസ്റ്റത്തിൽ ഉണ്ടാവുക. ഓക്കെ, മറ്റുള്ള സിസ്റ്റങ്ങളുടെ പോലെയല്ല എക്സ്ക്ലൂസീവ് ആയിരിക്കില്ല, ഇൻക്ലൂസീവ് സിസ്റ്റം ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ അങ്ങനെ വരുന്ന ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 4ാമത്തെ ഓപ്ഷനായിട്ടുള്ള ഭൂരിപക്ഷത്തിൻ്റെ സ്വാധീന ശക്തിക്ക് പിൻബലം നൽകുക. ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷം പറയുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന ഒരു സിസ്റ്റമാണ്. ഓക്കെ, നമുക്കറിയാം ഭൂരിപക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോട്ടിങ്ങിലൂടെ അല്ലേ നമ്മൾ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള ഒരു നേതാവിനെ കണ്ടെത്തുക അല്ലെങ്കിൽ പാർട്ടിയെ കണ്ടെത്തുകയാണ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് എല്ലാവർക്കും സമ്മതനായിട്ടുള്ള നേതാവിനെ അല്ലെങ്കിൽ പാർട്ടിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളിവിടെ അത് തിരിഞ്ഞു പോവരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂരിപക്ഷ വിഭാഗത്തിന് മാത്രമല്ല അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരെയും തുല്യമായിട്ട് പരിഗണിക്കണം. ഇവിടെ 4ാമത്തെ ഓപ്ഷൻ നോക്കൂ,
ഭൂരിപക്ഷത്തിൻ്റെ സ്വാധീന ശക്തിക്ക് പിൻബലം നൽകുക. ഓക്കെ, അതൊരിക്കലും ഒരു ഡെമോക്രാറ്റിക് കൺട്രിയുടെ പ്രത്യേകതയല്ല. എല്ലാവരെയും തുല്യമായിട്ട് പറയുക, ന്യൂനപക്ഷം ഉണ്ടെങ്കിൽ അവരെയും കൂടി ഉയർത്തി കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഈ ഒരു നാലാമത്തെ ഓപ്ഷനാണ് ഇതിൽ പെടാത്തത്. നമ്മുടെ പവർ ഷെയറിങ്ങിൽ, അധികാരം ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ പെടാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നാലാമത്തെ ഓപ്ഷനാണ്. പാട്രണേജ് ടു ദ പവർ ഓഫ് മെജോറിറ്റി, അല്ലെങ്കിൽ ഭൂരിപക്ഷ അധികാരത്തിന് അല്ലെങ്കിൽ പവറിന് നമ്മൾ കൂടുതൽ സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് ഇവിടെ നാലാമത്തെ ഓപ്ഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന പങ്കുവെക്കലിൽ ഉൾപ്പെടാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ നോക്കൂ. അക്കോമഡേഷൻ എന്ന് പറയണമെങ്കിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുക, വേരിയസ് ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്, പല ആവശ്യങ്ങളും അതുപോലെ തന്നെ ആഗ്രഹങ്ങളുമുള്ള വിഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു ഇൻക്ലൂസീവ് പോയിന്റാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പബ്ലിക് പാർട്ടിസിപ്പേഷൻ, ജനങ്ങളെയും കൂടി നമ്മുടെ ഗവേണൻസ് എന്ന് പറഞ്ഞെങ്കിൽ ഭരണം നടത്തുന്ന സിസ്റ്റത്തിലൊക്കെ ഉൾപ്പെടുത്തും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ അടുത്ത് നമ്മൾ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നിരുന്നു. അതെന്തിനു വേണ്ടിയിട്ടുള്ള താഴെയുള്ള ജനങ്ങളെ, എല്ലാ കോമൺ പീപ്പിൾസിനെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അത് നടക്കുന്നുണ്ട്, നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. എംപവർമെൻറ്റ് ഓഫ് ദ ബാക്ക്വേർഡ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി, അല്ലേ? നമ്മൾ പല വിഭാഗങ്ങളും, താഴേക്കടയിലുള്ള ജനവിഭാഗങ്ങളുണ്ട്, അധസ്ഥിതരായിട്ടുള്ള വിഭാഗങ്ങളുണ്ട്, അവരെ ഉയർത്തി അവരെ ശാക്തീകരിച്ച് കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ഡെമോക്രസി അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് കൺട്രീസിൽ. ഓക്കെ, അപ്പോൾ ആ 3 പോയിന്റും ഇതിൽ ഉൾപ്പെടുന്നതാണ്. നാലാമത്തെ പോയിന്റാണ് ഉൾപ്പെടാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 7ാമത്തെ ചോദ്യം, ദ ഹെഡ് ഓഫ് ദ സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ ഇൻ ഇന്ത്യ വാസ്. ഇന്ത്യയിലെ 2ാം പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ തലവൻ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എന്താണ് ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പിന്നാക്ക വിഭാഗങ്ങളുണ്ട്, OBC, നമ്മളൊക്കെ OBCകളാണ്, അല്ലെങ്കിൽ അതർ ബാക്ക്വേർഡ് കമ്മീഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ പെടുന്നതാണ്. പിന്നാക്ക വിഭാഗങ്ങൾ കുറേ ഉണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അവരുടെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ അവസ്ഥകളും കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ ഉണ്ടാക്കിയിരുന്നു. ആ കമ്മീഷൻ്റെ ഹെഡ്, 2ാം ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ്റെ തലവൻ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. 1ാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BP മണ്ഡൽ, 2ാമത്തത് BR അംബേദ്കർ, 3ാമത്തത് ജഗ്ജീവൻ റാം, 4ാമത്തത് കാൻഷി റാം. ഇതാണ് ക്വസ്റ്റ്യൻ. BP മണ്ഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മണ്ഡൽ കമ്മീഷൻ എന്നൊക്കെ നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. മണ്ഡൽ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറയുന്ന പിന്നോക്ക വിഭാഗങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷൻ്റെ തലവനായിരുന്നു. അതുകൊണ്ടാണ് മണ്ഡൽ കമ്മീഷൻ എന്ന് കമ്മീഷനെ പറയുന്നുണ്ട്. അതിൻ്റെ തലവന് അദ്ദേഹം തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ പല കമ്മീഷൻ്റെയും പേര് അതിൻ്റെ ചെയർമാൻ്റെ പേര് വെച്ചിട്ടായിരിക്കും ഉണ്ടാകുക. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ പറയുന്ന പിന്നാക്ക വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിൽ കുറേ കാര്യങ്ങൾ നടപ്പിലാക്കുകയൊക്കെ ചെയ്തിരുന്നു. 2ാമത്തെ നേതാവ് അല്ലെങ്കിൽ 2ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് BR അംബേദ്കർ ആണ്. BR അംബേദ്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ദളിത് വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ അൺടച്ചബിൾസ് എന്ന് പറയുന്ന വിഭാഗത്തിന് വേണ്ടി പോരാടുകയും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്ത നേതാവാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി അതിയായിട്ട് മുന്നിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിലൊക്കെ അദ്ദേഹം ഉണ്ട്. അപ്പോൾ ദളിത് വിഭാഗത്തിൻ്റെയാണ്. പിന്നോക്ക വിഭാഗങ്ങൾ മൊത്തത്തിൽ നമുക്ക് പറയുന്ന പിന്നോക്ക വിഭാഗത്തിൽ വരുന്ന ഒരു ഇതാണ് ഈ പറയുന്ന ദളിത്. അവർക്ക് വേറെ റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. SC എന്ന് പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ദളിത് വിഭാഗങ്ങളൊക്കെ വരിക. OBC കാറ്റഗറി വേറെ ഉണ്ട്. ഓക്കെ, 3ാമത് ജഗ്ജീവൻ റാം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ദളിത് വിഭാഗങ്ങൾക്ക്, പിന്നാക്ക വിഭാഗങ്ങൾക്ക്, ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു സമരങ്ങളും കാര്യങ്ങളൊക്കെ നയിച്ച ഒരു വ്യക്തിയാണ്. ബീഹാറാണ് അദ്ദേഹത്തിൻ്റെ നാട്. കാൻഷിറാമും അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയ വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ 3 താഴെയുള്ള 3 ആൾക്കാരും രാഷ്ട്രീയപരമായിട്ട് ആ ഒരു രീതിയിലൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ച നേതാക്കന്മാരാണ്. ഇതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. BP മണ്ഡൽ എന്ന് പറയുന്നത്. മണ്ഡൽ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് ഉണ്ടായിരുന്നതാണ് BP മണ്ഡൽ. ഇദ്ദേഹമാണ് ഈ സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ്റെ ഹെഡായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 1 ആണ് ആൻസർ. നെക്സ്റ്റ് ചോദ്യം, ലാസ്റ്റത്തെ ചോദ്യമാണ്. 8 ചോദ്യങ്ങളാണ്. ലാസ്റ്റത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റൈറ്റ് ടു പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ ഈസ് എ. ഇന്ത്യയിൽ സ്വത്തവകാശം ഒരു
മൗലിക അവകാശമാണ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്. രണ്ടാമത്തെ ഓപ്ഷൻ ധാർമ്മിക അവകാശമാണ് അല്ലെങ്കിൽ മോറൽ റൈറ്റ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ അവകാശമാണ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റൈറ്റ്. നാലാമത്തത് ഭരണഘടനാ അവകാശമാണ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ? ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗലിക അവകാശം മലയാളത്തിൽ പറയും. അതായത് ഒട്ടുമിക്ക മോസ്റ്റ് പ്രോബ്ലി എല്ലാ സാഹചര്യത്തിലും കിട്ടേണ്ട ഒരു അവകാശമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്. ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഒഴികെ, വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ അല്ലെങ്കിൽ സംഭവങ്ങളിൽ ഒഴികെ കിട്ടുന്ന എല്ലാ സമയങ്ങളിലും കിട്ടേണ്ട ഒരു അവകാശമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പല ആർട്ടിക്കിളുകളും ഫണ്ടമെൻ്റൽ റൈറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. രണ്ടാമത്തത് മോറൽ റൈറ്റ്. മോറൽ റൈറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ധാർമ്മിക അവകാശം. അതിപ്പോൾ ചിലപ്പോൾ നമുക്കറിയാം, നമ്മൾ പല ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇന്നത് ഈ ഒരു രീതിയിൽ ഇപ്പോൾ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ, കളവ് പറയരുത്, അതൊക്കെ ഒരു ധാർമ്മികമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ. അത് ചിലപ്പോൾ നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ടാവില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ പോലീസൊന്നും നമുക്ക് അതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഒരു സാധനം തന്നില്ല, അപ്പോൾ ഒരാൾ തീരെ സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന ഒരാൾ ഉയർന്ന വിഭാഗത്തിലുള്ള ഒരാളോട് പോയിട്ട് കുറച്ച് ക്യാഷ് കടം ചോദിച്ചാൽ നമ്മൾ നല്ലൊരു ധാർമ്മികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ചിലപ്പോൾ കടം കൊടുക്കും. അപ്പോൾ അതൊന്നും നമുക്ക് കോടതി പോയിട്ട് തന്നില്ല എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കാനൊന്നും കഴിയില്ല. അതിനാണ് മോറൽ റൈറ്റ് എന്നൊക്കെ പറയുന്നത്. മൂന്നാമത്തത് പൊളിറ്റിക്കൽ റൈറ്റ്. പൊളിറ്റിക്കൽ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ അവകാശം. രാഷ്ട്രീയ അവകാശം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് ഒരു സമൂഹമോ വ്യക്തികളോ ഒക്കെ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് നൽകുന്ന ഒരു അവകാശമൊക്കെ ആയിരിക്കും. ഓക്കെ. പൊളിറ്റിക്കൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ. നാലാമത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള അവകാശം. ഭരണഘടനയിൽ പല അവകാശങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലാത്ത അവകാശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന അവകാശങ്ങളെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അല്ലെങ്കിൽ ഭരണഘടനാ അവകാശങ്ങൾ എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണോ? അല്ല. നിലവിൽ റൈറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. ആദ്യം അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. നമ്മൾ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിലും അതുപോലെ തന്നെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഇതൊരു റൈറ്റ് പ്രോപ്പർട്ടി എന്നുള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നൽകിയിട്ടില്ലെങ്കിൽ, നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ നേരിട്ട് പോകാൻ പറ്റും. അത്രക്കും പവർ ഉള്ള ഒരു അവകാശമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മറ്റുള്ള അവകാശങ്ങൾക്കൊന്നും നേരിട്ട് ഈ പറയുന്ന രണ്ട് കോടതികളിലും പോകാൻ പറ്റില്ല. ഹൈക്കോടതിയും സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിയുടെ തലപ്പത്തുള്ള കോടതികളാണ്. അവിടേക്ക് നേരിട്ട് പോകണമെങ്കിൽ അത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ മറ്റുള്ള റൈറ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്കടയുള്ള കോടതികളിൽ വന്നിട്ടായിരിക്കും അവിടേക്ക് ചെല്ലാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന റൈറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ആദ്യം ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. പിന്നീട് ഭരണഘടന ഭേദഗതി ചെയ്തിട്ട് അത് എന്ത് റൈറ്റ് ആക്കി മാറ്റിയാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആക്കിയിട്ട് മാറ്റുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റൽ എന്നുള്ള ആ മൗലികപരമായിട്ടുള്ള ആ ഒരു പൊസിഷൻ എടുത്ത് കളയാണ്. ഓക്കെ. അങ്ങനെയുള്ള പ്രത്യേക ഒരു പരിഗണന ഈ പറയുന്ന റൈറ്റ് പ്രോപ്പർട്ടി എന്നുള്ളതിൽ നിന്ന് എടുത്തു കളയുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും അത് വെറും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ട് മാറുകയാണ്. ഓക്കെ. അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള പരിഗണന എടുത്തു കളയുന്നതോടുകൂടി അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഒരു റൈറ്റ് മാത്രമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അല്ലെങ്കിൽ ഭരണഘടനാ അവകാശം എന്നുള്ളതാണ്, സ്വത്തവകാശം. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഭരണഘടനാ ഭേദഗതി എത്രാമത്തതാണ്, വർഷമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആർട്ടിക്കിൾ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഇത് പറയുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതൊക്കെ അറിഞ്ഞിരിക്കുക. വീണ്ടും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ അടുത്ത വർഷം ഇത് ആർട്ടിക്കിൾ റൈറ്റ് പ്രോപ്പർട്ടി എന്നുള്ളത് ഏത് ആർട്ടിക്കിൾ എന്നായിരിക്കും ചോദിക്കുക. ഒക്കെ NMSലൊക്കെ വേണ്ടി നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആ ഒരു അല്ലെങ്കിൽ ആർട്ടിക്കിൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി എത്രാമത്തതാണ്, എത്രാമത്തെ വർഷമാണ് എന്നുള്ളതൊക്കെ പഠിച്ചു വെക്കുക. ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഫസ്റ്റത്തെ ഏതാണെന്നുള്ള രൂപത്തിൽ അങ്ങനെയൊക്കെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്കൊക്കെ ആൻസർ ചെയ്യാൻ കഴിയും. സോ താങ്ക് യു.